അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങയുടെ സമുദായത്തിന് തങ്ങൾ പറഞ്ഞു കൊടുക്കണേ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിച്ചുകൊള്ളട്ടെ, അവർ ആഹ്ലാദിച്ചുകൊള്ളട്ടെ, അവർ സന്തോഷപ്രകടനം നടത്തട്ടെ എന്ന ഹബീബായ തങ്ങളെ തങ്ങൾ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് എന്റെ ഫദ്ൽ കൊണ്ടുള്ള ഉദ്ദേശം, റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ധാരാളം തഫ്സീറുകൾ നമുക്കതിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ എന്ന അപരാധത്തിൽ അറിയപ്പെടുന്നവരാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനാണ്. മഹാനവർ പറയുകയാണ്, ഈ ആയത്തിൽ ഫദ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമു, അറിവിനെയാണ്. അറിവുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്ന് പറഞ്ഞത് അവിടുത്തെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി അദ്ദുറുൽ മൻസൂർ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം. അതുപോലെ തന്നെ ഇബ്നുൽ ജൗസിയുടെ ഒക്കെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇൽമാണ്, മറ്റൊന്ന് മുഹമ്മദ് നബിയാണ്. ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ആ റഹ്മത്താകുന്ന തങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന മുഴുവൻ സമ്പാദ്യങ്ങളെക്കാളും ഉത്തമമാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സന്തോഷിക്കുന്നത് എല്ലാ സന്തോഷങ്ങളെക്കാളും ഗുണകരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്. ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നത്. ഒരു ഖുർആനിനെ മറ്റൊരു ഖുർആനായി കൊണ്ട് വ്യാഖ്യാനിക്കുന്നതിന് വലിയ ഗുണമാണുള്ളത്, അത് വലിയ സ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, റഹ്മത്ത് കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചുകൊള്ളട്ടെ. ആരാണ് റഹ്മത്ത്? അല്ലാഹു തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹ സംഭാഷണം നടത്തുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മഹബൂബായ സുബ്ഹാനഹു വ തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവിയോട് പറയുകയാണ്, വമാ അർസൽനാ, നമ്മൾ അയച്ചിട്ടില്ല, ഞാൻ അയച്ചിട്ടില്ല, ഞാൻ നിയോഗിച്ചിട്ടില്ല, തങ്ങളെ ഞാൻ അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മതൻ, കാരുണ്യമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. തങ്ങളുടെ റഹ്മത്താണ്, അത് കേവലം ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, സർവലോകത്തിനും തങ്ങൾ കാരുണ്യമായിട്ടല്ലാതെ ഞാൻ തങ്ങളെ അയച്ചിട്ടില്ല. ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികാരങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അചേതന വസ്തുക്കൾക്കുമെല്ലാം തങ്ങൾ കാരുണ്യമാണ് റസൂലേ. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്താണ്. ഈ റഹ്മത്താകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ. പക്ഷെ ആ സന്തോഷം ഏത് നിലയ്ക്കാകണം? അതിന് ഇസ്ലാമിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് ഏത് ആഘോഷമായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു, നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, നമുക്കൊരു സന്തോഷം വന്നതിന് ചേരുന്നു. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഏതെല്ലാം ആഘോഷങ്ങളുണ്ടോ, ആ ആഘോഷങ്ങളെല്ലാം ഇസ്ലാം വരച്ച അതിർത്തിക്കുള്ളിലായിരിക്കണം.
ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 നമ്മൾ സന്തോഷം രേഖപ്പെടുത്തേണ്ടത് കവലകളിലേക്ക് ഇറങ്ങി തീരെ കൂടിയിട്ടുള്ള പ്രായങ്ങൾ കണ്ടിട്ടില്ല. അത് ഇസ്ലാം ശക്തമായി നിശ്ചിതമായി വിമർശിക്കുകയാണ്. ആണും പെണ്ണും ഇടകലർന്ന് ഈ സമുദായത്തിൽ പറയപ്പെട്ട രൂപത്തിലുള്ള വാദ്യമേളങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഇമാമികൾ പറയുന്നു, അന്നേ ദിവസം ഖുർആൻ പാരായണം ചെയ്യുക, അന്നേ ദിവസം നിങ്ങൾ സ്വതക്കകൾ ചെയ്യുക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങൾ നിങ്ങൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ജീവിത വഴികൾ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി നൽകുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.